ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ 27-ാം ദിവസത്തിൽ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ക്രൂശ് കാട്ടിത്തരുന്ന മാതൃക ക്രിസ്തു നൽകി തന്ന വചനം ഒരുപക്ഷെ ഈ ലോകത്തിന് പോഷകമായി തോന്നിയേക്കാം. എന്നാൽ അത് കാട്ടിത്തരുന്നത് ദൈവികമായ ക്രിസ്തുവിന്റെ ശക്തിയെയാണ്. നിങ്ങളിൽ വിലയുള്ളവരെല്ലാം ക്രിസ്തുവിനെ കളിയാക്കുന്നതായി വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വഴിയെ നടന്നുപോയവരും കൂടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടവരും താഴെ നിന്നവരുമൊക്കെ മാറി മാറി കർത്താവിനെ പരിഹസിക്കുകയാണ്. ഒരു നിമിഷം കൊണ്ട് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ ക്രിസ്തുവിനെ കഴിയുമായിരുന്നു. എന്നാൽ കർത്താവ് അത് ചെയ്തില്ല. ക്രിസ്തു ബലഹീനനായത് ക്രൂശിലായിരുന്നെന്ന് പറയാൻ ശ്രമിക്കരുത്. അവന്റെ ശക്തി ഏറ്റവും കൂടുതൽ പ്രകടമായത് കുരിശിലെ ആത്മനിയന്ത്രണത്തിലായിരുന്നു. ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് അടയാളങ്ങളും അത്ഭുതങ്ങളും കാട്ടി ഈ ലോകത്തെ ഭരിക്കുവാനല്ല, മറിച്ച് പിതാവായ ദൈവം നൽകിയ നിയോഗം ഈ ലോകത്തിൽ ചെയ്യുവാനാണെന്ന ബോധ്യത്തോടെയാണ് ക്രിസ്തു തന്റെ ജീവിതപാതകളെ ക്രമീകരിച്ചത്. ജീവന്റെ അപ്പമായി തീരുന്ന ക്രിസ്തു. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത് വെറും വിഡ്ഢിത്തമായി തോന്നിയേക്കാം. എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് ക്രൂശിന്റെ വചനം ദൈവശക്തിയായി തീരുന്നു. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു കാട്ടുന്ന മാതൃകകൾ ചിലപ്പോഴെങ്കിലും സ്പഷ്ടമായി തോന്നിയിട്ടുണ്ടോ? ലജ്ജയില്ലാതെ സുവിശേഷത്തെ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാൻ നാം തയ്യാറായിട്ടുണ്ടോ? കുരിശിലൂടെ ക്രിസ്തുവിന്റെ ആഴമായ സ്നേഹത്തെയാണ് നമുക്ക് മുൻപിൽ വരച്ചു കാട്ടിത്തന്നത്. ഇന്ന് നാം ജീവിക്കുന്നത് ദൈവത്തിന്റെ നമ്മളോടുള്ള സ്നേഹമല്ലേ? അപ്പോൾ എന്താണ് നാം തിരികെ നൽകേണ്ടത്? നമ്മെ തന്നെ അവന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ എന്താണ്? അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കഷ്ടത സഹിക്കുന്ന ദാസരായി അവിടുത്തെ ഹിതമനുസരിച്ച് നടപ്പാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ആമേൻ.